ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയുള്ള സ്പെഷ്യൽ GST ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. GST ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 3 കാണുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനു മുൻപ് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാമിൽ GSTയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following state taxes are not subsumed under the GST? A. Central sales tax, B. property tax, C. entry tax, D. purchase tax. ഏതാണ് റൈറ്റ് ആൻസർ എന്നറിയാൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി നമുക്ക് നോക്കാം. ഇതും ഇൻട്രൊഡക്ഷൻ ഏരിയയിൽ വരുന്നതാണ് GSTയുടെ. അപ്പോൾ നമുക്ക് തിയറി നോക്കാം. ഇന്ത്യയിൽ GST ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഒത്തിരി ടാക്സസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലേക്ക് മെർജ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ സബ്സ്യൂം ചെയ്യപ്പെട്ടു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്തിരുന്ന ടാക്സ്, ഇനിയുള്ളവയിൽ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്തിരുന്ന ടാക്സസ് എല്ലാം GSTയിൽ മെർജ് ചെയ്യപ്പെട്ടു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സെക്കൻഡ് ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് വരുന്നത് മെഡിസിനൽ അതുപോലെ തന്നെ ടോയ്ലറ്റ് പ്രിപ്പറേഷൻസ്, ടോയ്ലറ്റ് പ്രൊഡക്ട്സിലൊക്കെയാണ് വന്നിരുന്ന എക്സൈസ് ഡ്യൂട്ടി മെർജ് ചെയ്യപ്പെട്ടു. അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഗുഡ്സ് ഓഫ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള ഗുഡ്സിന്മേൽ ചുമത്തിയിരുന്ന അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്. പിന്നെ ടെക്സ്റ്റൈൽസ് ആൻഡ് ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സിൽ ചുമത്തിയിരുന്ന അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്. അടുത്തത് അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ്, അതായത് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയും, CVD. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിന്മേൽ ചുമത്തുന്ന ഡ്യൂട്ടിയാണ്. അടുത്തത് സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്, SAD എന്ന് പറയും. ഇനി സർവീസ് ടാക്സ്, സെസ്സസ് ആൻഡ് സർചാർജസ് റിലേറ്റഡ് ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സെസ് ആൻഡ് സർചാർജ് എന്ന് പറയുന്നത് സ്പെസിഫിക് പർപ്പസിന് ചുമത്തുന്ന ഒരു അഡീഷണൽ ടാക്സ് ആണ് സെസ് എന്ന് പറയുന്നത്. സർചാർജും അതുപോലെ തന്നെ അഡീഷണൽ ടാക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടാക്സസ് ആണ് സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്തിരുന്ന ഇത്തരം ടാക്സസ് എല്ലാം GSTയിൽ മെർജ് ചെയ്തു. ഇനി ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റേത് GSTയിൽ മെർജ് ചെയ്യപ്പെട്ടത് എന്ന് നോക്കാം. GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമത്തിയിരുന്ന ഇൻഡയറക്റ്റ് ടാക്സസ് ആണ് ഇനി പറയുന്നത്. ഇവയെല്ലാം തന്നെ GSTയിലേക്ക് മെർജ് ചെയ്യപ്പെട്ടു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് VAT, സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ടാക്സ്. ഇനി സെൻട്രൽ സെയിൽസ് ടാക്സ് അത് പ്രത്യേകം ഓർത്തിരിക്കുക. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് കളക്ട് ചെയ്തിരുന്നത്. അത് GSTയിലേക്ക് സബ്സ്യൂം ചെയ്യപ്പെട്ടു. പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സെപ്റ്റ് ദോസ് ലെവീഡ് ബൈ ലോക്കൽ ബോഡീസ് കളക്ട് ചെയ്യുന്നവയല്ലാത്ത എല്ലാ എൻ്റർടൈൻമെൻറ്റ് ടാക്സും. ടാക്സസ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്സ്, ടാക്സസ് ഓൺ ലോട്ടറീസ്, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന അഡീഷണൽ ടാക്സസ് ആയിട്ടുള്ള സെസസ് ആൻഡ് സർചാർജസ് റിലേറ്റഡ് ടു ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇത്രയുമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് നേരത്തെ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇമ്പോസ് ചെയ്തിരുന്ന ഇൻഡയറക്റ്റ് ടാക്സസ് ഇപ്പോൾ GSTയിലേക്ക് ലയിപ്പിച്ചു. ഓക്കെ, ഇത്രയും മനസ്സിലായതിനു ശേഷം നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ടാക്സസ് ആർ നോട്ട് സബ്സ്യൂംഡ് അണ്ടർ ദ GST? സെൻട്രൽ സെയിൽസ് ടാക്സ്, ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ, എന്താണ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. എൻട്രി ടാക്സ്, പിന്നെ പർച്ചേസ് ടാക്സ്, ഇതെല്ലാം എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സസ് ആണ്. അതിപ്പോൾ GSTയിൽ ലയിപ്പിച്ചു. ഇനി അപ്പോൾ ഇതിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യാത്ത ടാക്സ് ഏതാണ്? പ്രോപ്പർട്ടി ടാക്സ് കളക്ട് ചെയ്യുന്ന ലോക്കൽ ഗവൺമെൻറ്റ്സ് ആണ്. ഇത് GSTയിൽ ലയിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആൻസർ വരുന്നത് B ആണ്. ഇനി ഇതുവരെയും GSTയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ GST അല്ലാത്ത പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ, 2 സ്പെസിഫൈഡ് പെട്രോളിയം പ്രോഡക്ട്സ്, ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഹൈ സ്പീഡ് ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, നാച്ചുറൽ ഗ്യാസ്. ഇവയൊന്നും GST ബാധകമല്ല അല്ലെങ്കിൽ GSTയുടെ പരിധിയിൽ ഇതുവരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ഇനി മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്റ്റ് ഈസ് നോട്ട് എക്സംപ്റ്റഡ് ഫ്രം GST? റോ സിൽക്ക് ആൻഡ് സിൽക്ക് വേസ്റ്റ്, പ്രോസസ്ഡ് ഫിഷ് ആൻഡ് മീറ്റ്, അഗ്രികൾച്ചറൽ ടൂൾസ്, പ്രിൻറ്റഡ് ബുക്സ്. ഇതിൽ ഏതാണ് GSTയിൽ എക്സംപ്റ്റ് ചെയ്യപ്പെടാത്ത പ്രൊഡക്റ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്.
നമുക്കിതിൻ്റെ തിയറി ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് ഗുഡ്സ്, ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് സർവീസസ് എന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. എക്സംപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് GST പേ ചെയ്യേണ്ടാത്തവയാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒത്തിരി ഉണ്ട്, എന്നാലും നമ്മൾ വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നോക്കാം. ഓൾമോസ്റ്റ് ഓൾ ഫാം പ്രോഡക്ട്സും എക്സംപ്റ്റഡ് ആണ്. ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ലൈവ് ചിക്കൻ, ലൈവ് ആനിമൽസ്, ലൈവ് ഫിഷ്, എഗ്. ഓക്കെ. ഇനി മിൽക്ക് ആൻഡ് സർട്ടൺ ബേസിക് ഡയറി പ്രോഡക്ട്സ്, അൺപ്രോസസ്ഡ് ഫുഡ് ഗ്രെയിൻസ്, അത് പ്രത്യേകം ഓർക്കാം, അൺപ്രോസസ്ഡ് ആണ് ഫുഡ് ഗ്രെയിൻസ്. അതുപോലെ തന്നെ അൺബ്രാൻഡഡ് ഒക്കെ എക്സംപ്റ്റഡിൽ പെടുന്നതാണ് കേട്ടോ. ഹണി, പൂജ ആർട്ടിക്കിൾസ്, റോ സിൽക്ക്, റോ വൂൾ, റോ ജൂട്ട്, പ്രിൻറ്റഡ് ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, മാപ്സ്, ഫയർവുഡ്, ചാർക്കോൾ, ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ്, ഹിയറിംഗ് എയ്ഡ്സ്, സ്ലേറ്റ് പെൻസിൽ. ഇതൊക്കെയാണ് എക്സംപ്റ്റഡ് ഗുഡ്സിൽ മെയിനായിട്ട് വരുന്നവ. ഇനി മെയിനായിട്ട് വരുന്ന എക്സംപ്റ്റഡ് സർവീസസ്: ഹെൽത്ത് കെയർ സർവീസസ്, എഡ്യൂക്കേഷണൽ സർവീസസ്, അഗ്രികൾച്ചറൽ, റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ സർവീസസ്, ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഡിപ്ലോമാറ്റിക് കോൺസുലർ പ്രിവിലേജസ്. ഇത്തരം സർവീസസ് എല്ലാം എക്സംപ്റ്റഡ് ആണ്. ഓക്കെ. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്റ്റ് ഈസ് നോട്ട് എക്സംപ്റ്റഡ് ഫ്രം GST? നമുക്ക് നോക്കാം. റോ സിൽക്ക് ആൻഡ് സിൽക്ക് വേസ്റ്റ് നമ്മൾ എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അഗ്രികൾച്ചറൽ ടൂൾസ് എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. പ്രിൻറ്റഡ് ബുക്സ് എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. പ്രോസസ്ഡ് ഫിഷ് ആൻഡ് മീറ്റ്, അതാണ് ഇപ്പോൾ റൈറ്റ് ആൻസർ. എക്സംപ്റ്റ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അൺപ്രോസസ്ഡ് അതുപോലെ തന്നെ അൺബ്രാൻഡഡും ആയിരുന്നെങ്കിൽ അത് GSTയിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ തന്നിട്ടുള്ളത് പ്രോസസ്ഡ് ഫിഷ് ആൻഡ് മീറ്റ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ വരുന്നത് B ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് കൃത്യമായി കാണുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഫീഡ്ബാക്കാണ് എനിക്ക് ഇനിയുള്ള ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാനുള്ള എൻ്റെ ഇൻസ്പിറേഷൻ. ഓക്കെ. താങ്ക് യു. ബൈ യുവർ കോമേഴ്സ് മെൻറ്റർ നീന.